മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും കേരള പോലീസിനെയും അഭിനന്ദിക്കുകയാണ്. കാരണം ആ രീതിയിൽ തന്നെ എക്സൈസ് വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട്. ഈ പ്രശ്നമെന്ന് പറയുന്നത് മദ്യവ്യാപനം, മയക്കുമരുന്ന് വ്യാപനമൊക്കെ അതിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ വകുപ്പുകളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. എക്സൈസ് വകുപ്പ്, ആരോഗ്യ വകുപ്പ്, അതുപോലെ തന്നെ നമ്മുടെ എക്സൈസും ആരോഗ്യ വകുപ്പും ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വകുപ്പ്, ഇവരെല്ലാവരും കൂടി യോജിച്ചുകൊണ്ട് സ്കൂളുകൾ, കോളേജുകൾ, പഞ്ചായത്ത് തലങ്ങളിൽ, നഗരസഭാ തലങ്ങളിലൊക്കെ ലഹരി വിരുദ്ധ പ്രസ്ഥാനങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. കുട്ടികൾ, ഒരു കുട്ടി പോലും ഇതിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത രീതിയിൽ സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ലഹരി മരുന്നിനെതിരെയുള്ള ശക്തമായ ശ്രമം നടക്കുന്നുണ്ട്. ലഹരി എന്ന് പറയുമ്പോൾ മദ്യത്തെ ഒഴിവാക്കിക്കൊണ്ടൊരു ലഹരിയില്ല. മദ്യവും മയക്കുമരുന്നൊക്കെ ഒരേ ഗണത്തിൽപ്പെടുന്നതാണ്. ഏതാണ് കൂടുതൽ ആപൽക്കരം? നമുക്കറിയാം, മദ്യപാനം മൂലവും അച്ഛനെ കൊല്ലുന്ന മക്കൾ, മക്കളെ കൊല്ലുന്ന അച്ഛൻ, അമ്മയെ കൊല്ലുന്ന മകൻ, എത്രയോ ക്രിമിനൽ കുറ്റങ്ങൾ വ്യാപകമായതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ലഹരി വ്യാപനമാണ്, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വ്യാപനമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് മയക്കുമരുന്നിനെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ മദ്യത്തിനെതിരായിട്ടുള്ള, മദ്യവ്യാപനത്തിനും അതിൻ്റെ കൺസംഷനും എതിരായിട്ടുള്ള ശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഇന്നലെ CM നിയമസഭയിൽ പറഞ്ഞത് LDF സർക്കാരിന്റെ കാലത്താണ് ഇതിനുള്ള നീക്കങ്ങളൊക്കെ നടന്നത്. അവർ കുറയ്ക്കാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ നികുതിയാണ് ഞങ്ങൾ ഇപ്പോൾ ഈടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതൊരു ന്യായമാണോ ശരിക്കും? LDFിൻ്റെ മദ്യവ്യാപനത്തിലും മയക്കുമരുന്ന് വ്യാപനത്തിലും അവരുടെ പങ്കിനെക്കുറിച്ച് പറയാതിരിക്കുകയാണ് ഭേദം. കാരണം അവരാണ് കേരളത്തെ വ്യാപകമായ തലത്തിലേക്ക്, നാശോന്മുഖമായ തലത്തിലേക്ക് അവരുടെ നയങ്ങളാണ് എത്തിച്ചത്. 29 ബാറുകൾ മാത്രമുണ്ടായിരുന്നത് കണക്കെടുക്കാൻ പറ്റാത്ത രീതിയിൽ 1000-ഓളം കടന്നു ബാറുകളുടെ എണ്ണം. മയക്കുമരുന്നിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അതൊക്കെ പൊള്ളയായ നടപടികളായിരുന്നു എന്നുള്ളതാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായി അവർ പറയുന്നതിൽ വലിയ ആത്മാർത്ഥതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും അല്ല, ഒരു കാര്യം ശരിയാണ്, LDF ഇത് കൊണ്ടുവന്ന കാലത്ത് ശക്തമായി അതിനെ വിമർശിച്ച ആളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അന്ന് വിമർശിച്ച കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഗവൺമെൻറ്റാണ് സ്വീകരിക്കേണ്ടത്. അല്ലാണ്ട് ഇടതുപക്ഷം ഈ കാര്യത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥമായി ചെയ്യും എന്ന് കരുതുന്ന സാഹചര്യം അവരൊരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് UDFിൻ്റെ പ്രഖ്യാപിത നയമാണിത്. ആ നയത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും മതിയാകൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉണ്ട്. ഇനിയിപ്പോൾ ജൂലൈ 1-ാം തീയതി സഭ കൂടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ഫിനാൻസ് ബില്ല് വേണ്ടി വരും, അവതരിപ്പിക്കേണ്ടി വരും. ആ സമയത്ത് ഗവൺമെൻറ്റിന് തന്നെ മുൻകൂട്ടി സോമോട്ടോ അസംബ്ലി അറിയിക്കാം, അത് പിൻവലിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി UDF ചേർന്ന് വരുന്നവരെ നീട്ടിക്കൊണ്ട് പോകേണ്ട ഒരു സാഹചര്യമില്ല. നീട്ടിക്കൊണ്ട് പോകുന്നത് ഗുണകരമല്ല. അതുകൊണ്ട് അതിൻ്റെ സ്വാഭാവികമാണല്ലോ. മദ്യവ്യാപനത്തിൻ്റെ എക്കാലത്തെയും ഗുണഭോക്താവ് എന്ന് പറയുന്നത് മദ്യക്കമ്പനികൾ തന്നെയാണ്. അതുകൊണ്ട് നേരത്തെ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പ്രകാരമുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്.